എല്ലാവർക്കും നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റ് ബേസിക്സ് കോഴ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മളുടെ കോഴ്സിലെ 8ാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ 7 വീഡിയോകളിലായിട്ട് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട കുറേയധികം തിയറികളും കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ലാസ്റ്റ് വീഡിയോയിൽ റിയൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ട കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായത്. അതായത് എന്തുകൊണ്ടാണ് ലൈവ് മാർക്കറ്റിൽ സ്റ്റോക്കുകളുടെ പ്രൈസ് ഓരോ സെക്കൻഡിലും ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവിടെ ആ ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈൻ്റെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും, അതായത് സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ഇനി എന്താണ് നമുക്ക് അറിയേണ്ടത്? ആസ് എ ട്രേഡർ, ഒരു ട്രേഡർ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ എന്ന നിലയ്ക്ക് എങ്ങനെയാണ് നമുക്ക് സ്റ്റോക്കുകൾ വാങ്ങുകയും വിൽക്കുകയും, അതായത് സ്റ്റോക്കുകളിൽ ട്രേഡ് ചെയ്തുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും എങ്ങനെയാണ് നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുക എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഇത്തരത്തിൽ സ്റ്റോക്കുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രേഡ്സ്, അതായത് ഇതാണ് സ്റ്റോക്കുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനാണ് നമ്മൾ ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ പല തരത്തിലുള്ള ട്രേഡുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പലതരത്തിലുള്ള നമുക്ക് പൈസ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ട്രേഡുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ സ്ലൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും 2 ടൈപ്പ് ട്രേഡാണ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലുള്ളത്. ഒന്ന് ഡെലിവറി ട്രേഡും അതുപോലെ തന്നെ ഇൻട്രാഡേ ട്രേഡ്. ഇപ്പോൾ ഡെലിവറി ട്രേഡിന് തന്നെ പറയുന്ന മറ്റൊരു പേരാണ് പൊസിഷണൽ ട്രേഡ്. ഇപ്പോൾ മേ ബി ചില ആൾക്കാർ പൊസിഷണൽ ട്രേഡ് എന്ന് പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ ചില ആൾക്കാർ ഡെലിവറി ട്രേഡ് എന്ന് പറയുന്നുണ്ടാവും. അപ്പോൾ അതാണ് ഒരു ടൈപ്പ് ട്രേഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ടൈപ്പാണ് ഇൻട്രാഡേ ട്രേഡ് അല്ലെങ്കിൽ ഡേ ട്രേഡ് എന്ന് പറയും. അപ്പോൾ ഇതിന് ഡേ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ഡേ ട്രേഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കോമൺ ആയിട്ടുള്ള ഒരു ബേസിക് ആയിട്ട് നമ്മൾ എന്താണ് നമുക്ക് മാർക്കറ്റിൽ ചെയ്യാൻ പറ്റുന്ന ട്രേഡ്സിനെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ 2 ആയിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും, ഡെലിവറി ട്രേഡും ഇൻട്രാഡേ ട്രേഡും. അതിൽ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെലിവറി ട്രേഡിനെ പറ്റിയിട്ടാണ്. അതിനുശേഷം അടുത്ത വീഡിയോയിൽ നമുക്ക് ഇൻട്രാഡേ ട്രേഡിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഡെലിവറി ട്രേഡിനെ പറ്റി നോക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് ഡെലിവറി ട്രേഡ് എന്ന് പറയുന്നത് ഇഫ് യു ആർ ഹോൾഡിംഗ് സ്റ്റോക്സ് ഫോർ മോർ ദാൻ 1 ഡേ ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് ഡെലിവറി ട്രേഡ്. അതായത് ഡെലിവറി ട്രേഡ് എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനീൻ്റെ സ്റ്റോക്കുകൾ വാങ്ങിയിട്ട് ആ വാങ്ങിയ ദിവസം നമ്മൾ സെല്ല് ചെയ്യുന്നില്ല, ആ സെയിം ഡേ നമ്മൾ സെല്ല് ചെയ്യുന്നില്ല. അതിന് പകരം മേ ബി നമ്മൾ നെക്സ്റ്റ് ഡേ സെല്ല് ചെയ്യാം, അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് സെല്ല് ചെയ്യാം, നെക്സ്റ്റ് മന്തിൽ സെല്ല് ചെയ്യാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ, ഒരു വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനീൻ്റെ സ്റ്റോക്കുകൾ വാങ്ങിയിട്ട് ആ വാങ്ങിയ ദിവസം നമ്മൾ സെല്ല് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത്തരം ട്രേഡുകളെയാണ് നമ്മൾ ഡെലിവറി ട്രേഡ് എന്ന് പറയുന്നത്. ഇനി കുറച്ചും കൂടി സിമ്പിൾ ആക്കിയിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്കറിയാം തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയാണ് മാർക്കറ്റിൻ്റെ വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുന്നത്. ഇനി ഒരു ഉദാഹരണത്തിന് ഞാൻ തിങ്കളാഴ്ച ടാറ്റ മോട്ടോഴ്സിൻ്റെ ഷെയർസ് 500 രൂപ കൊടുത്തിട്ട് 100 ഷെയർസ് ഞാൻ തിങ്കളാഴ്ച വാങ്ങുകയാണ്. ഞാൻ വാങ്ങിയ ദിവസം ഈ ഒരു സ്റ്റോക്ക് സെല്ല് ചെയ്യുന്നില്ല, ഞാൻ അതെൻ്റെ അക്കൗണ്ടിൽ തന്നെ ഹോൾഡ് ചെയ്യണം, എൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടിൽ തന്നെ ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാണ്. ഇനി മേ ബി ഞാൻ ചിലപ്പോൾ നെക്സ്റ്റ് ഡേ സെല്ല് ചെയ്യാൻ ഈ ടാറ്റ മോട്ടോഴ്സ് അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും സെല്ല് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ സ്റ്റോക്ക് വാങ്ങിയിട്ട് നമ്മൾ ഒരു ദിവസത്തിൽ കൂടുതൽ നമ്മുടെ കയ്യിൽ ആ സ്റ്റോക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം ട്രേഡുകൾ നമുക്ക് ഡെലിവറി ട്രേഡ് എന്ന് നമുക്ക് വിളിക്കാം. ഇനി അതേപോലെ തന്നെ ഇൻ കേസ് നമ്മളൊരു സ്റ്റോക്ക് വാങ്ങി ആ സ്റ്റോക്ക് സെയിം ഡേ ആ വാങ്ങിയ ദിവസം തന്നെ സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരം ട്രേഡുകളാണ് നമ്മൾ ഇൻട്രാഡേ ട്രേഡ് അല്ലെങ്കിൽ ഡേ ട്രേഡ് എന്ന് വിളിക്കുന്നത്. ഇതിനെപ്പറ്റി നമുക്ക് വരുന്ന വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഡെലിവറി ട്രേഡ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു ദിവസത്തിൽ കൂടുതൽ ഒരു സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ വെച്ചാൽ അത്തരം എല്ലാ ട്രേഡുകളെയും, അത് ഒരു ദിവസം മീൻസ് 2 ദിവസം ആയാലും ഒരു 20 ദിവസമായാലും 2 കൊല്ലമായാലും 20 കൊല്ലമായാലും അതിനെല്ലാം നമ്മൾ ഡെലിവറി ട്രേഡ് തന്നെയാണ് നമ്മൾ വിളിക്കുന്നത്, അല്ലെങ്കിൽ പൊസിഷണൽ ട്രേഡ് നമുക്ക് വിളിക്കാം. അതാണ് നമ്മളിവിടെ പറയുന്നത്. ഇൻ സച്ച് ട്രാൻസാക്ഷൻസ് ദ ഇൻഡിവിജ്വൽ ക്യാൻ ഹോൾഡ് ദ ഷെയർസ് ഫോർ എ ലോങ്ങർ ടേം ഡിപ്പെൻഡിങ് ഓൺ ഹിസ് ഓർ വില്ലിങ്സ്. അതായത് നമ്മളുടെ ഇഷ്ടത്തിന്, അതായത് നമ്മളൊരു സ്റ്റോക്ക് ഡെലിവറി എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഡെലിവറി എടുക്കുന്ന സമയത്ത് എന്താണ് ആ സ്റ്റോക്കിൻ്റെ ഫുൾ പൈസ, അതായത് ഇപ്പോൾ 500 രൂപേൻ്റെ 100 ഷെയർസാണ് ഞാൻ വാങ്ങുന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് 50,000 50,000 രൂപ ഞാൻ കൊടുക്കണം. അപ്പോൾ ഇത്തരത്തിൽ ഫുൾ എമൗണ്ട് കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റോക്ക് വാങ്ങുന്നത്. അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് നമ്മളുടെ ഇഷ്ടത്തിന് എത്ര കാലം വേണമെങ്കിലും നമ്മുടെ കയ്യിൽ വെക്കാം, അല്ലെങ്കിൽ ഇത്ര കാലം കഴിഞ്ഞാൽ അത് സെല്ല് ചെയ്യണം ഒരു നിർബന്ധമില്ല, നമ്മളുടെ ഇഷ്ടത്തിന് എന്താണ് നമുക്ക് കയ്യിൽ വെക്കാം. അതാണ് ഇവിടെ പറഞ്ഞത്. ഡ്യൂറേഷൻ ക്യാൻ റേഞ്ച് ഫ്രം 2 days to even 2 decades, 20 കൊല്ലോ എത്ര കാലങ്ങളും ആവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ദിവസത്തിൽ കൂടുതൽ നമ്മൾ കയ്യിൽ വെക്കുന്ന ട്രേഡുകൾ നമുക്ക് ഡെലിവറി ട്രേഡ് എന്ന് വിളിക്കാം. ഇനി ഒരു എക്സാമ്പിൾ, ഇനി എന്തിനാണ് നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കൂ, എന്തിനാണ് നമ്മളൊരു സ്റ്റോക്ക് വാങ്ങി കയ്യിൽ വെക്കുന്നത്, എപ്പോഴാണ് നമ്മളൊരു സ്റ്റോക്ക് വാങ്ങി കയ്യിൽ വെക്കുന്നത്, നമ്മൾ എന്താണ് ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഇത്തരത്തിൽ സ്റ്റോക്കുകൾ വാങ്ങുന്നതിന്റെ റീസൺ എന്താണ്, നമുക്ക് ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് നമ്മൾ വിചാരിക്കണം, ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിന്റെ കേസ് ആണെങ്കിൽ ഞാൻ വിചാരിക്കുകയാണ് ഇനി കുറച്ച് ദിവസങ്ങൾ കൊണ്ട്, മേ ബി ഒരു വീക്ക് കൊണ്ട് അല്ലെങ്കിൽ ഒരു മന്ത് കൊണ്ട്, ഒരു വർഷം കൊണ്ട് ആ ടാറ്റ മോട്ടോഴ്സ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കമ്പനീൻ്റെ സ്റ്റോക്കിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകും, ആ സ്റ്റോക്കിൻ്റെ വില കൂടും എന്നാണ് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ കേസുകളിലാണ് നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങാം. ആ സ്റ്റോക്കിന് അല്ലെങ്കിൽ ആ കമ്പനി
നല്ല രീതിയിൽ പെർഫോം ചെയ്യും, ആ കമ്പനീൻ്റെ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഗ്രോ ചെയ്യാനാണ് സാധ്യത എന്ന് തോന്നുന്ന സമയത്താണ് നമ്മൾ ആ ഒരു സ്റ്റോക്ക് വാങ്ങുക. അപ്പോൾ ആ കേസുകളിലാണ് നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങി നമ്മുടെ കയ്യിൽ വെച്ച് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഹോൾഡ് ചെയ്യുന്നതിൻ്റെ പീരീഡ് അത് ഓരോ ആൾക്കാരും വാങ്ങുന്ന അവരുടെ ആ ഒരു ട്രേഡിംഗ് രീതിയെ ഡിപ്പെൻഡ് ചെയ്യും. ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ഞാൻ പേഴ്സണലി ഡെലിവറിക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളാണ്, കുറച്ച് കാലങ്ങൾക്ക് മുന്നേ വാങ്ങിയിട്ടുള്ള സ്റ്റോക്കുകളാണ്. നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ പ്രതീക്ഷ എന്തായിരുന്നു ഈ സ്റ്റോക്കുകൾ വാങ്ങുന്ന സമയത്ത്? ഈ സ്റ്റോക്ക് നല്ല കമ്പനികളാണെന്നുള്ളൊരു ഐഡിയ ഞാൻ ഇതിനെ പ്രോപ്പറായ രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി ഈ സ്റ്റോക്കുകൾ നല്ലതാണ്, കുറച്ച് കാലങ്ങൾ കൊണ്ട് ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റോക്കുകൾ വാങ്ങിയിട്ട് എൻ്റെ ഡെലിവറി എടുത്തിട്ട് എൻ്റെ കയ്യിൽ അല്ലെങ്കിൽ പൊസിഷനിൽ ഞാൻ കീപ്പ് ചെയ്തത്. ഇനി നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ L&T എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഞാൻ 80 ക്വാണ്ടിറ്റി, ഇതാണ് ക്വാണ്ടിറ്റി ഞാൻ വാങ്ങിയത്. 80 ക്വാണ്ടിറ്റിയാണ് സ്റ്റോക്ക് വാങ്ങിയത്. സ്റ്റോക്ക് ഞാൻ വാങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 900 രൂപേൻ്റെ അടുത്താണ് ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ഉണ്ടായത്. ഇന്ന് ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് എന്താണ് 2000, അതായത് 900 രൂപക്ക് വാങ്ങിയ ഷെയർസിൻ്റെ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് 2700 അത്രത്തോളം ഗ്രോത്ത് ഈ സ്റ്റോക്കിലുണ്ടായി. ഓൾമോസ്റ്റ് 3 ടൈംസ് ഈ ഒരു സ്റ്റോക്ക് ഗ്രോ ചെയ്തു. ഇപ്പോൾ എനിക്ക് ഈ സ്റ്റോക്കിൽ നിന്ന് കിട്ടിയിട്ടുള്ള ലാഭം എന്ന് പറയുന്നത് എത്രയാണ്? 1.4 ലാഖിൻ്റെ പ്രോഫിറ്റ് മാത്രം എനിക്ക് ഈ ഒരു സ്റ്റോക്ക് കിട്ടി. ഇനി അതുപോലെ തന്നെയാണ് KP എനർജി ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു സ്റ്റോക്ക്. ഞാൻ 300 ക്വാണ്ടിറ്റിയാണ് വാങ്ങിയത്, 42 രൂപക്കാണ് വാങ്ങിയത്. ഇപ്പോഴത്തെ ആ സ്റ്റോക്കിൻ്റെ വില ഏകദേശം 370 രൂപക്ക് അടുത്താണ്. എനിക്ക് കിട്ടിയ ലാഭം എന്ന് പറയുന്നത് എത്രയാണ്? 1 ലക്ഷം രൂപേൻ്റെ അടുത്തുള്ള ലാഭം കറൻലി എനിക്ക് ഈ ഒരു സ്റ്റോക്ക്. അതായത് ഞാൻ ഈ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്രയാണ് ജസ്റ്റ് നോക്കൂ. ഞാൻ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അതായത് 300 × 42 ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 12,500 രൂപ മാത്രമാണ് ഞാൻ ഈ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തത്. ആ സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ ലാഭം, ആ സ്റ്റോക്കിൽ നിന്ന് എനിക്ക് കിട്ടിയ ലാഭം മാത്രം ഓൾമോസ്റ്റ് 98,000 രൂപേൻ്റെ ലാഭം മാത്രം, മൊത്തത്തിലുള്ള വാല്യൂ അല്ല, ലാഭം മാത്രം 98,000 രൂപയാണ്. അതുപോലെ തന്നെയാണ് ITCയിലും എനിക്ക് ഏകദേശം 78,000 രൂപേൻ്റെ ലാഭം കറൻലി ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഒരു സ്റ്റോക്ക് ഡെലിവറി എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇനി വരുന്ന ദിവസങ്ങളിൽ മുകളിലോട്ട് പോകാൻ അതിന് പല കാരണങ്ങളുണ്ടാവും. ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നത് ഈ സ്റ്റോക്കിൻ്റെ വില മുകളിലോട്ട് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെതായ റീസൺസ് ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും ഞാൻ ആ സ്റ്റോക്ക് ഡെലിവറി എടുക്കുന്നുണ്ടാവുക. ഞാൻ മേ ബി കുറച്ച് ദിവസങ്ങളോ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളോ കുറച്ച് വർഷങ്ങളോ എൻ്റെ കയ്യിൽ വെക്കാം. ഇപ്പോൾ L&Tക്ക് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ വെക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 2-3 വർഷമായിട്ട് എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആ കാലഘട്ടം കൊണ്ട് എനിക്ക് ഇത്രത്തോളം ലാഭം കിട്ടി. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന ദിവസങ്ങളിൽ സ്റ്റോക്കിൻ്റെ പ്രൈസിൽ ഗ്രോ ചെയ്യാൻ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഇത്തരത്തിൽ ഡെലിവറി ട്രേഡ്സ് എടുക്കാം. ഇനി ഡെലിവറി ട്രേഡിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ഏറ്റവും ബേസിക്കായിട്ട് രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ഡെലിവറി ട്രേഡിനെ. അതിൽ ഒരു ടൈപ്പ് ട്രേഡ് എന്ന് പറയുന്നത് ലോങ് ടേം ട്രേഡാണ് ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഒരു ടൈപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ടൈപ്പാണ് ഷോർട്ട് ടേം ട്രേഡ്. അപ്പോൾ ഡെലിവറി ട്രേഡിന് അല്ലെങ്കിൽ പൊസിഷണൽ ട്രേഡിന് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, ലോങ് ടേം ട്രേഡും ഷോർട്ട് ടേം ട്രേഡും. ഇനി എന്താണ് ലോങ് ടേം ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നോർമലായിട്ട് പറയുന്നത് ഒരു വർഷത്തിൽ കൂടുതൽ, ഓക്കെ, ഒന്നിക്കിൽ കുറച്ച് മാസങ്ങളോ അല്ലെങ്കിൽ നോർമലായിട്ട് പറയാം 1 വർഷത്തിൽ കൂടുതൽ നമ്മളൊരു സ്റ്റോക്ക് വാങ്ങി നമ്മളുടെ കയ്യിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം ട്രേഡുകളെ നമുക്ക് ലോങ് ടേം ട്രേഡ് എന്ന് പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് ഒരു സ്റ്റോക്കിൻ്റെ വില അല്ലെങ്കിൽ ഒരു കമ്പനി നല്ല രീതിയിൽ ഗ്രോ ചെയ്യും, ഫ്യൂച്ചറിൽ നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്, നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണെങ്കിൽ നമുക്ക് എന്താണ് ആ സ്റ്റോക്ക് വാങ്ങി നമ്മുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ആ സ്റ്റോക്ക് വാങ്ങി നമ്മുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ മേ ബി ഈ ഒരു സ്റ്റോക്ക് മേ ബി ഒരു 10 വർഷം കഴിയുമ്പോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇപ്പോൾ 100 രൂപയാണെങ്കിൽ ചിലപ്പോൾ ഒരു 1000 രൂപയോ 2000 രൂപയോ അല്ലെങ്കിൽ 10,000 രൂപയോ ആയി മാറിയിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ നല്ല ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളിൽ നമുക്ക് എന്താണ് ലോങ് ടേം ട്രേഡ് ചെയ്യാം അല്ലെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഏറ്റവും ബേസിക്കായിട്ട് ഇത്ര മനസ്സിലാക്കിയാൽ മതി, ഏതെങ്കിലും ഒരു സ്റ്റോക്ക് 1 വർഷത്തിൽ കൂടുതൽ നിങ്ങൾ വാങ്ങി ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരം ട്രേഡുകളെ നമുക്ക് ലോങ് ടേം ട്രേഡ് എന്ന് വിളിക്കാം. ഇനി ഷോർട്ട് ടേം ട്രേഡ് അല്ലെങ്കിൽ നമുക്ക് അതിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മേ ബി സ്വിംഗ് ട്രേഡ് എന്ന് പറഞ്ഞ്. സ്വിംഗ് ട്രേഡ് എന്ന് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ. അതായത് മേ ബി നമ്മൾ വാങ്ങുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പീരീഡിൽ സ്വിംഗ് ഷോർട്ട് ടേം, ആ പേരിൽ തന്നെ ഉണ്ട് ഷോർട്ട് ടേം എന്ന് പറയുന്നത്. അതായത് ചെറിയൊരു പീരീഡിലേക്കാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആ സ്റ്റോക്കിൽ നമുക്ക് ലാഭം എടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ കറൻലി 100 രൂപയാണ് ഈ സ്റ്റോക്ക്, ഇന്ന് ഞാൻ വാങ്ങുന്ന സമയത്ത് 100 രൂപയാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മേ ബി ഒരു 2 ആഴ്ച കൊണ്ട് ഈ ഒരു സ്റ്റോക്കിൻ്റെ വില എന്നാണ് ഒരു 110 എത്തുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഞാൻ ഈ ഒരു സ്റ്റോക്ക് സ്വിംഗ് ട്രേഡിന് വേണ്ടി വാങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ അത്തരത്തിൽ ചെറിയൊരു പീരീഡിൽ ലാഭം ഉണ്ടാക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ ചെയ്യുന്ന ട്രേഡാണ് ഷോർട്ട് ടേം ട്രേഡ്. അപ്പോൾ ഷോർട്ട് ടേമിൻ്റെ ഒരു പീരീഡ് നോർമലി എന്ന് പറഞ്ഞ് മേ ബി ഫ്യൂ വീക്സ് ടു മേ ബി ഫ്യൂ മന്ത്സ് ആയിരിക്കും. ഇനി ഇൻ കേസ് ഒരു 1 ഇയർ ഒക്കെയാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത്തരം ഒരു വർഷം എന്നുള്ള ഒരു പീരീഡിനുള്ളിലാണ് നമ്മൾ ഈ ഒരു സ്റ്റോക്ക് വാങ്ങി വെക്കുന്നത് എന്നുണ്ടെങ്കിൽ അത്തരം ട്രേഡുകളെ നമുക്ക് ഷോർട്ട് ടേം ട്രേഡ് എന്ന് വിളിക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കും. കുറച്ചും കൂടി ആക്റ്റീവായിട്ട് ആൾക്കാർ ചെയ്യുന്ന ഒരു ടൈപ്പ് ട്രേഡാണ് ഷോർട്ട് ടേം ട്രേഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഡെലിവറി ട്രേഡിന് നമുക്ക് ലോങ് ടേം ട്രേഡെന്നും ഷോർട്ട് ടേം ട്രേഡെന്നും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെറ്റിൽമെൻറ്റ് പീരീഡ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണ്. അപ്പോൾ മേ ബി നിങ്ങൾക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതൊക്കെ യൂസ്ഫുൾ ആവുന്ന കാര്യമാണ്. അപ്പോൾ എന്താണ് സെറ്റിൽമെൻറ്റ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ജസ്റ്റ് ഇതിൻ്റെ ഞാൻ ഇവിടെ കൊടുത്തില്ല ഡിസ്ക്രിപ്ഷൻ വായിക്കുകയാണെങ്കിൽ എ സെറ്റിൽമെൻറ്റ് പീരീഡ് ഈസ് എ ഡ്യൂറേഷൻ ഇൻ വിച്ച് ദ സെക്യൂരിറ്റീസ് ആർ ഹാൻഡഡ് ഓവർ ടു ദ ന്യൂ ഓണർ ആൻഡ് ദ ട്രാൻസാക്ഷൻ ഈസ് ഫുള്ളി കംപ്ലീറ്റഡ്. അതായത് സെറ്റിൽമെൻറ്റ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട്. നമ്മൾ ഒരു പർട്ടിക്കുലർ കമ്പനീൻ്റെ സ്റ്റോക്ക് ഒരാൾ വാങ്ങിക്കഴിഞ്ഞാൽ എന്താണ് അയാൾക്ക് ആ സ്റ്റോക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത്, അയാൾക്ക് കൊടുത്തിട്ട് ആ ട്രാൻസാക്ഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആവുന്ന ആ ഒരു പീരീഡിനാണ് നമ്മൾ സെറ്റിൽമെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത്. കുറച്ചും കൂടി ഞാൻ എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമുക്കറിയാം നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ ടാറ്റ മോട്ടോഴ്സ് എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക് ഞാൻ വാങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഞാൻ ഇപ്പോൾ ഈ എ എന്ന് പറയുന്ന ഒരാൾ വാങ്ങുകയാണ്, ഇവിടെ ബി എന്ന് പറയുന്ന ഒരാൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ സ്റ്റോക്ക് സെല്ല് ചെയ്യാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഒരാൾ സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ മറ്റൊരാൾക്ക് ആ സ്റ്റോക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ 100 ഷെയർസ് ടാറ്റ മോട്ടോഴ്സിൻ്റെ വാങ്ങുകയാണ്. ഇവിടെ ഇയാൾ 100 ഷെയർസ് തന്നെ ഇപ്പുറ സൈഡിൽ സെല്ല് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ എന്താണ് സംഭവിക്കുക, നമ്മൾ ഈ 100 ഷെയർസ് ഇപ്പോൾ 500 രൂപയാണ് ഒരു സ്റ്റോക്കിൻ്റെ വില എന്നുണ്ടെങ്കിൽ 50,000 റുപ്പീസ് ഞാൻ ഇയാൾക്ക് കൊടുക്കണം. 50,000 റുപ്പീസ് ഇയാൾക്ക് ഞാൻ കൊടുക്കണം. ഞാൻ 50,000 കൊടുക്കുന്ന സമയത്ത് ഇയാളുടെ കയ്യിൽ നിന്ന് ഇയാളുടെ അക്കൗണ്ടിലേക്ക്, ഇയാളുടെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ഈ 50,000 എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ബ്രോക്കർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അതിന് പകരം ഈ ബി എന്ന് പറയുന്ന ആളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ, ഓക്കെ, ഈ ബി എന്ന് പറയുന്ന ആളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന ഷെയർസ് ഇവിടെ നിന്ന് എടുത്തിട്ട് എൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് തരും. ഓക്കെ, ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന എത്രയാണ് ഇപ്പോൾ 100 ഷെയർസ് ആണെങ്കിൽ 100 ടാറ്റ മോട്ടോഴ്സിൻ്റെ ഷെയർസ് ഇയാളുടെ അക്കൗണ്ടിൽ നിന്ന് എക്സ്ചേഞ്ച് എടുത്തിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് തരും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് സെയിം ഡേ സംഭവിക്കില്ല. ഓക്കെ, ഈ ഒരു ട്രാൻസാക്ഷൻ സെയിം ഡേ സംഭവിക്കില്ല. ആ ഒരു ട്രാൻസാക്ഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന ഈ ഒരു ട്രാൻസാക്ഷൻ, അതായത് ഞാൻ വാങ്ങുന്ന സമയത്ത് ആ ഷെയർസ് എൻ്റെ കയ്യിലേക്ക് തരാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു ടൈമിനെയാണ് സെറ്റിൽമെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ആ ഒരു സെറ്റിൽമെൻറ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ T+1 ഡേ ആണ്. ഓക്കെ, അതായത് ഞാൻ ഇന്ന് ഈ ഒരു സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ തിങ്കളാഴ്ച ഒരു സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം തന്നെ എനിക്ക് ആ സ്റ്റോക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക്, എൻ്റെ കയ്യിൽ നിന്ന് ആ ഫണ്ട് പിടിക്കും, ഫണ്ട് എക്സ്ചേഞ്ച് കളക്ട് ചെയ്യും. പക്ഷേ ആ സ്റ്റോക്ക് എൻ്റെ കയ്യിലേക്ക് അന്നത്തെ ദിവസം തന്നെ ഡെലിവറി ചെയ്ത് കിട്ടില്ല. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നിങ്ങളുടെ ഹോൾഡിങ്സിൽ പോയി കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് അവിടെ കാണിക്കും, ആ സ്റ്റോക്ക് ഇത്ര ക്വാണ്ടിറ്റി വാങ്ങി തൊട്ട് കാണിക്കും. പക്ഷേ ആ സ്റ്റോക്ക് അത് അവിടെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ T+1 എന്ന് പറഞ്ഞായിരിക്കും ഉണ്ടാവുക. T+1 ഹോൾഡിംഗ് എന്ന് പറഞ്ഞായിരിക്കും കാണിക്കുക. പക്ഷേ എങ്കിൽ നിങ്ങളുടെ ഹോൾഡിങ്സിൽ കാണിക്കും, ആ വാങ്ങിയതിന് നെക്സ്റ്റ് ഡേ കാണിക്കും. പക്ഷേ ശരിക്കും ഈ ഒരു സ്റ്റോക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ആ വാങ്ങിയ ദിവസം പ്ലസ് ഒരു ദിവസം കൂടി കഴിയുന്ന സമയത്താണ്, അതായത് നിങ്ങൾ ട്രേഡ് ചെയ്ത ദിവസം പ്ലസ് നെക്സ്റ്റ് ട്രേഡിംഗ് ഡേ കൂടി കഴിയുന്ന സമയത്താണ് ഈ സ്റ്റോക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് സക്സസ്ഫുൾ ആയിട്ട് ക്രെഡിറ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ ആ ഒരു പീരീഡിനെയാണ് നമ്മൾ സെറ്റിൽമെൻറ്റ് പീരീഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ കുറച്ച് കാലം മുന്നേ വരെയാണെങ്കിൽ T+2 ഡേയ്സ് ആയിരുന്നു. അതായത് നമ്മൾ ഇപ്പോൾ തിങ്കളാഴ്ച ഞാൻ വാങ്ങി എന്നുണ്ടെങ്കിൽ, തിങ്കളാഴ്ച ഒരു സ്റ്റോക്ക് ഞാൻ വാങ്ങിയെന്നുണ്ടെങ്കിൽ അത് ആ വാങ്ങിയ ദിവസം, അതാണ് T എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ ട്രേഡ് ചെയ്ത ദിവസത്തിനാണ് നമ്മൾ T എന്ന് ഉദ്ദേശിക്കുന്നത്. പ്ലസ് 2 ഡേയ്സ്, അതിനുശേഷമുള്ള 2 ദിവസം, 2 ട്രേഡിംഗ് ഡേ കൂടി, അതായത് ഇപ്പോൾ സാറ്റർഡേ സൺഡേ പോലെ ഹോളിഡേയ്സ് കൂട്ടില്ല, അതിനുശേഷമുള്ള 2 ട്രേഡിംഗ് ഡേയ്സ് കൂടി കഴിയുന്ന സമയത്താണ് മുന്നേ നമ്മളുടെ അക്കൗണ്ടിലേക്ക് മറ്റേ ആളുടെ ഡിമാറ്റിൽ നിന്ന് ആ സ്റ്റോക്കുകൾ എടുത്തിട്ട് നമ്മളുടെ ഡിമാറ്റിലേക്ക് ഇത് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുക. എന്നാൽ ഇപ്പോൾ അതിൽ കുറച്ചും കൂടി ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ T+1 ഡേയ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് T+1 ഡേ ആണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു ഡെലിവറി ട്രേഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു സെറ്റിൽമെൻറ്റ് പീരീഡ് ഉണ്ട്. അതായത് നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് മറ്റേയാളുടെ ഡിമാറ്റ് അക്കൗണ്ടിലെ സ്റ്റോക്ക് അയാളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ട് നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് തരാനുള്ള ഒരു ടൈമിനാണ് നമ്മൾ സെറ്റിൽമെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളൊരു സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും സേഫ് ആഫ്റ്റർ സെറ്റിൽമെൻറ്റ് ആ സ്റ്റോക്കുകൾ സെല്ല് ചെയ്യുന്നതാണ് നല്ലത്. അതായത് ഇന്ന് ഞാനൊരു സ്റ്റോക്ക് വാങ്ങി, നെക്സ്റ്റ് ഡേ സെല്ല് ചെയ്യാതിരിക്കുന്നതാണ് സേഫ്. മേ ബി അതിനും ഒരു ദിവസം കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴാണ് നിങ്ങൾക്ക് സെല്ല് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ഡേ സെല്ല് ചെയ്യാതിരിക്കുന്നതാണ് സേഫ്. കാരണം ഈ സെറ്റിൽമെൻറ്റ് നടന്നിട്ടുണ്ടാവില്ല, അതുകൊണ്ട് ചെറിയ ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനെപ്പറ്റി ഞാൻ ഇപ്പോൾ പറയുന്നില്ല, നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റ് ആവും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സ്റ്റോക്ക് നിങ്ങൾ ഡെലിവറി ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ സെല്ല് ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കാം. അതിന് നെക്സ്റ്റ് ഡേ വരുന്ന ദിവസങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സെല്ല് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് സെറ്റിൽമെൻറ്റ് പീരീഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇനി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, എപ്പോഴാണ് നമ്മളൊരു സ്റ്റോക്ക് ഡെലിവറി എടുക്കുന്നത്, നമ്മൾക്ക് ആ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകുന്നതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്താണ് ഞാൻ ആ ഒരു സ്റ്റോക്ക് വാങ്ങാം. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകുമോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അതെങ്ങനെ മനസ്സിലാക്കും? അതായത് ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് എന്ന് പറഞ്ഞ സ്റ്റോക്കാണ് ഞാൻ വാങ്ങുന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇനി വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകുന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി, ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകുന്നുള്ളത് മനസ്സിലാക്കി ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന 2 അനാലിസിസ് ആണ് ഫണ്ടമെന്റൽ അനാലിസിസും അതുപോലെ തന്നെ ടെക്നിക്കൽ അനാലിസിസും. അപ്പോൾ ഈ 2 തരത്തിലുള്ള അനാലിസിസ് നടത്തിയിട്ടാണ് നമ്മൾ
ഒരു സ്റ്റോക്ക് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഈ സ്റ്റോക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഫണ്ടമെൻ്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും നടത്തിയിട്ടാണ് ഒരു സ്റ്റോക്ക് നല്ലൊരു സ്റ്റോക്കാണോ, ഇത് ഗ്രോ ചെയ്യാനുള്ള സാധ്യത, ഇനി ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകാനാണോ സാധ്യത നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന 2 അനാലിസിസാണ് ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുകയാണെങ്കിൽ, ഓക്കെ, ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പേരിലുള്ളതുപോലെ തന്നെ ഒരു സ്റ്റോക്കിൻ്റെ ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് മീൻസ് ഒരു കമ്പനി ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണോ, അതായത് ഒരു കമ്പനി നല്ല രീതിയിലാണോ പെർഫോം ചെയ്യുന്നത്, അതായത് ഒരു കമ്പനി നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കുന്നുണ്ടോ, ആ കമ്പനിക്ക് നല്ല രീതിയിൽ അസറ്റ് ഉണ്ടോ, അവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ടോ, അവർക്ക് ലോൺ കുറവാണോ, അപ്പോൾ ആ കമ്പനീൻ്റെ ഫിനാൻഷ്യൽസ് ഇപ്പോൾ ഉദാഹരണം നിങ്ങൾ മനസ്സിലാക്കാം, എല്ലാ കമ്പനികളും ഒരു വർഷം 4 ക്വാർട്ടേഴ്സാണുള്ളത്, അതായത് 3 മാസങ്ങൾ കൂടിയിട്ടുള്ളതാണ് ഒരു ക്വാർട്ടർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു വർഷം എല്ലാ കമ്പനികളും സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ കമ്പനികളും 4 തവണയായിട്ട് ആ കമ്പനികളുടെ റിസൾട്ട് പുറത്തു വിടണം. അതായത് ആ ക്വാർട്ടർ, ആ 3 മാസത്തിൽ ഈ കമ്പനികൾ എത്രത്തോളം സെയിൽ ചെയ്തു, അതിൽ എത്രത്തോളം ലാഭം കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ കമ്പനി നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അപ്പോൾ മൊത്തത്തിൽ എത്രത്തോളം ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണിക്കുന്ന അതിൻ്റെ ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ എല്ലാ കമ്പനികളും ഈ ഓരോ ക്വാർട്ടർ കൂടുമ്പോഴും പുറത്തു വിടും. അപ്പോൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് എങ്ങനെയാണ് നമ്മൾ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കമ്പനികൾ പുറത്തു വിടുന്ന ആ ഒരു ഡാറ്റാസ്, കമ്പനി ഉണ്ടാക്കിയ ലാഭം. ഇപ്പോൾ നിങ്ങൾ ഒരു കമ്പനി ഇപ്പോൾ കഴിഞ്ഞ ക്വാർട്ടറിൽ 100 കോടി ലാഭം ഉണ്ടാക്കി, അടുത്ത ക്വാർട്ടറിൽ 200 കോടി ഉണ്ടാക്കി, അതിൻ്റെ അപ്പുറത്തെ ക്വാർട്ടറിൽ 300 കോടി ഉണ്ടാക്കി, അതിൻ്റെ അപ്പുറം 400 കോടി ഉണ്ടാക്കി എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഇത് നോക്കുമ്പോൾ മനസ്സിലായി ഈ കമ്പനി നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ, അപ്പോൾ ഒരു കമ്പനി ലാഭം കൂടുതൽ ഉണ്ടാക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ആ കമ്പനി ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് കമ്പനിയുടെ ഷെയർ വാല്യൂ കൂടും. അപ്പോൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തിയിട്ട് ഇത് ഒരു ടൈപ്പ് ഓഫ് അനാലിസിസ് ആണ്. ഈ ഫണ്ടമെൻ്റൽ അനാലിസിസ് എപ്പോഴാണ് നമ്മൾ ശരിക്കും ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ചും കൂടി ഒരു ലോങ് പീരീഡിൽ, കുറച്ചുകൂടി കൂടുതൽ പീരീഡിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന കേസുകളിലാണ്, ഇപ്പോൾ കൂടുതലും ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഒക്കെ നടത്തുന്ന കേസുകളിലാണ് നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്നാൽ വളരെ ചെറിയ, ഇപ്പോൾ ഞാൻ നേരത്തെ പോലെ ഷോർട്ട് ടേം ഒക്കെ ചെയ്യുന്ന സമയത്ത് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കില്ല, നമ്മൾ ചെയ്യും, വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യും. പക്ഷേ ഇൻ ഡെപ്ത് ആയിട്ടുള്ള അനാലിസുകൾ നമ്മൾ ഷോർട്ട് ടേം, ഈ പറയുന്ന പോലെ ഒരു 1 വീക്ക് 2 വീക്ക് അല്ലെങ്കിൽ ഒരു 1 മന്ത് ഒക്കെ കയ്യിൽ വെക്കുന്ന കേസുകളിൽ നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് ഫണ്ടമെൻ്റൽ അനാലിസിസ് കൊടുക്കില്ല. അതിന് പകരം നമ്മൾ കൊടുക്കുന്നത് ടെക്നിക്കൽ അനാലിസിസിനാണ്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് സ്ക്രീനർ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുത്തിട്ടുള്ള സ്ക്രീൻഷോട്ടാണ്. അപ്പോൾ ഈ ഒരു സ്ക്രീനർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ പോയിട്ട് നമ്മൾ ഏത് സ്റ്റോക്കാണ്, ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് ആണെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനീൻ്റെ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ക്വാർട്ടർലി റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടാവും. ഇപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും, ഓരോ 3 മാസം കൂടുമ്പോൾ, ഇപ്പോൾ 2022 നോക്കുക, 2022 ഇവിടെ 4 റിസൾട്ട് കമ്പനി പുറത്തുവിട്ടിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, ഓരോ വർഷത്തിലും 4 തവണയായിട്ട് കമ്പനികൾ റിസൾട്ട് പുറത്തുവിടും. ഇപ്പോൾ ഇവിടെ കമ്പനി നോക്കുക, ഇപ്പോൾ ഇവിടെ ഈ കമ്പനി നോക്കിക്കഴിഞ്ഞാൽ ഈ ജൂണിൽ 2400 കോടിയുടെ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്, 5000 കോടിയുടെ ലാഭം, 10000 കോടിയുടെ ലാഭം. അപ്പോൾ ഇത്തരത്തിലുള്ള ഫിഗേഴ്സ് നമുക്ക് കിട്ടും. അപ്പോൾ അതിനെ പഠിച്ചിട്ടാണ് നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തുക. ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കും. നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇനി മറ്റൊരു സംഭവമാണ് മറ്റേ ആണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു അനാലിസിസ് ആണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് മെയിനായിട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ, ഇത് ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് ഇപ്പോൾ ഈ ഒബ്രോയ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ടാണ്. ചാർട്ട് മീൻസ് നമുക്ക് പലതരത്തിലുള്ള ചാർട്ടുകൾ കണ്ടിട്ടുണ്ടാവും, പലതരത്തിലുള്ള പ്രൈസിൻ്റെയും മറ്റൊക്കെ ചാർട്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഈ ഒബ്രോയ് എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ പ്രൈസ് ചാർട്ടാണ്. ഈ ചാർട്ടിന് പറയുന്ന പേര് കാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് എന്നാണ്. കാൻഡിൽ ചാർട്ട് എന്ന് പറഞ്ഞ് പ്രൈസ് ചാർട്ടിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ചാർട്ടാണ് കാൻഡിൽ ചാർട്ട്. അപ്പോൾ ടെക്നിക്കൽ ഇപ്പോൾ നിങ്ങളോട് കാണുന്ന പലതരത്തിലുള്ള, ഇവിടെ കാണുന്ന ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻ, അതുപോലെ തന്നെ ഇവിടെ നിന്നാണ് ഇത്തരത്തിലൊരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈനൊക്കെ കാണുന്നത്. അപ്പോൾ ഇതിനൊക്കെയാണ് ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള ലൈൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ ചാർട്ടിനെ, ഈ പ്രൈസ് ചാർട്ടിനെ, ഇവിടെ കാണുന്ന ഈ ഒരു പ്രൈസ് ചാർട്ടിനെ, ഇതാണ് പ്രൈസ് ചാർട്ട് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇതാണ് പ്രൈസ് ചാർട്ട്. ഈ ഒരു പ്രൈസ് ചാർട്ടിനെ ഇത്തരത്തിലുള്ള ഞാനിവിടെ കാണിച്ചിട്ടുള്ള ഈ ഒരു ബ്ലൂ ലൈൻ, ഈ പറയുന്ന ഒരു റോസ് കളർ ലൈൻ, അതൊക്കെ വെച്ചിട്ട് നമ്മൾ അനാലിസ് ചെയ്യുന്നതിനാണ്, ഇത്തരത്തിലുള്ള വരകളും മറ്റൊക്കെ വെച്ച് അനാലിസ് ചെയ്യുന്നതിനാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഷോർട്ട് ടേം, പ്രധാനമായിട്ടും ഈ ഒരു ടെക്നിക്കൽ അനാലിസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഷോർട്ട് ടേം ട്രേഡ്സ് ചെയ്യുന്ന ആൾക്കാരാണ്. കൂടുതൽ ആക്റ്റീവായിട്ട് ഷോർട്ട് ടേം ട്രേഡേഴ്സ് നോക്കുക എന്ന് പറയുന്നത് ഈ ഒരു ടെക്നിക്കൽ അനാലിസിസ് ആണ്. ഫണ്ടമെന്റൽ നോക്കും, ബട്ട് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി അതേപോലെ തന്നെ ലോങ് ടേം ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും കൂടുതലായിട്ട് നോക്കുക എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ സൈഡാണ്. ലോങ് ടേം ചെയ്യുന്ന ആൾക്കാർ നോക്കുക, ടെക്നിക്കലും അതിൻ്റെ കൂടെ നോക്കും. ഓക്കെ, അപ്പോൾ ഈ 2 അനാലിസിസ് നടത്തിയിട്ടാണ് നമ്മൾ ഒരു സ്റ്റോക്കിൽ ഡെലിവറിക്ക് എടുക്കുന്ന സമയത്ത് ആ സ്റ്റോക്ക് നല്ലൊരു സ്റ്റോക്കാണെന്ന് മനസ്സിലാക്കി, ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകുന്നത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന 2 അനാലിസിസാണ് ഫണ്ടമെന്റലും ടെക്നിക്കലും എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ സ്റ്റോക്കുകളുടെ പ്രൈസ്, ഇനി എന്തുകൊണ്ടാണ് ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടുന്നത്? നമ്മൾ മുന്നേ പറഞ്ഞു, അവിടെ വരുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന ഒരു സപ്ലൈ ആൻഡ് ഡിമാൻഡ് ആണ്. എപ്പോഴും സ്റ്റോക്കിൻ്റെ പ്രൈസിൽ ഉണ്ടാക്കുന്ന മൂവ്മെൻറ്റ്, സ്റ്റോക്കിൻ്റെ പ്രൈസിൽ ചേഞ്ച് വരുന്നത് അവിടെ ഒരു സപ്ലൈ ആൻഡ് ഡിമാൻഡ് കാരണമാണ്. ഇനി ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടണം എന്നുണ്ടെങ്കിൽ അവിടെ
ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ, ഇപ്പോൾ സപ്ലൈ ആൻഡ് ഡിമാൻഡാണ് അൾട്ടിമേറ്റ്ലി അഫക്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അവിടെ ഫണ്ടമെന്റൽ ഫാക്ടേഴ്സിന് ഒരു എഫക്റ്റ് ഉണ്ട്. എന്തുകൊണ്ടാണ്? ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഒരു കമ്പനി കണ്ടിന്യൂസ് ആയിട്ട് നല്ല രീതിയിൽ റിസൾട്ടുകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്, നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് എന്താണ് ആ കേസുകളിൽ ആ കമ്പനീൻ്റെ സ്റ്റോക്കുകൾ വാങ്ങാൻ ആൾക്കാർക്ക് ഡിമാൻഡ് ഉണ്ടാവും. നല്ല രീതിയിൽ നല്ലൊരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് കൂടുതൽ ആൾക്കാർ വാങ്ങാൻ തയ്യാറാവും. അപ്പോൾ എന്താണ് അവിടെ ഡിമാൻഡ് കൂടി. ഓക്കെ, ഡിമാൻഡ് അവിടെ കൂടി. ഇനി എന്താണ്, മേ ബി ആൾക്കാർ സെല്ല് ചെയ്യുന്ന ആൾക്കാർ, പല ആൾക്കാരും ലോങ് ടേമിന് വേണ്ടി ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ടാവും, ആൾക്കാർ സെല്ല് ചെയ്യുന്നത് കുറവായിരിക്കും, അപ്പോൾ സപ്ലൈ കുറവായിരിക്കും. അപ്പോൾ ഡിമാൻഡ് കൂടുതലാണ്, സപ്ലൈ ഇപ്പോൾ എന്താണ് സ്റ്റോക്ക് നല്ല രീതിയിൽ ഫണ്ടമെന്റലി സ്ട്രോങ് ആയതുകൊണ്ട് ഇവിടെ എന്താണ് ഡിമാൻഡ് കൂടുതലാണ്, സപ്ലൈ കുറവാണ്. സ്വാഭാവികമായിട്ടും എന്താണ് ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടാനാണ് സാധ്യത. അപ്പോൾ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ഫണ്ടമെന്റൽ ഫാക്ടേഴ്സ് ആണ്. ഇനി മറ്റൊരു ഫാക്ടറാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് മാർക്കറ്റ് സെന്റിമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് സെന്റിമെന്റ്സും ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് മൂവ്മെന്റ്സിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. അതായത് സിമ്പിളായിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ മാർക്കറ്റിലേക്ക് ഒരു ന്യൂസ് വരികയാണ്. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റിലേക്ക് ഒരു ന്യൂസ് വരികയാണ്, അതായത് ടാറ്റ മോട്ടോഴ്സ് ഇതിൻ്റെ വണ്ടികളുടെ സെയിൽസ് കുറയാനാണ് സാധ്യത. ഇനി വരുന്ന കുറച്ച് നാളുകളിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ വണ്ടികൾ അധികം വിൽക്കാനുള്ള സാധ്യതയില്ല, അല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് പുറത്തിറക്കിയ വണ്ടികൾക്കൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ട്, അതുകൊണ്ട് ആൾക്കാർക്കൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് ആൾക്കാർ വണ്ടികൾക്ക് ഇങ്ങനെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആൾക്കാർ എന്താണ് വണ്ടികൾ വാങ്ങുന്നത് കുറയും. വണ്ടികൾ വാങ്ങുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്വാഭാവികമായിട്ട് എന്താണ് ഇനി വരുന്ന ക്വാർട്ടേഴ്സിൽ ആ സ്റ്റോക്കിൻ്റെ റിസൾട്ട് മോശമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആൾക്കാർ അങ്ങനെയാണ് മനസ്സിലാക്കുക. അപ്പോൾ ആൾക്കാർ മനസ്സിലാക്കുമ്പോൾ എന്താണ് ആൾക്കാർക്ക് ഈ ടാറ്റ മോട്ടോഴ്സൊക്കെ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണ് അവിടെ ഒരു പാനിക് സിറ്റുവേഷൻ വരും. അവരെന്താണ് അവരുടെ ആ ഒരു സെന്റിമെന്റ്സ്, അത്തരത്തിലൊരു പാനിക് അങ്ങനെ ഒരു സെന്റിമെന്റ്സ് അവർക്ക് വരുന്ന സമയത്ത് ഇവിടെ എന്താണ് ആൾക്കാർ ബൾക്കായിട്ട് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഷെയർസ് സെല്ല് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ബൾക്കായിട്ട് സെല്ല് ചെയ്യാന്ന് പറയുന്നതാണ് ഹെവി ആയിട്ടുള്ളൊരു സപ്ലൈ അവിടെ വരും, ഹെവി ആയിട്ടുള്ള സപ്ലൈ മാർക്കറ്റിലേക്ക് വരും. അപ്പോൾ സപ്ലൈ കൂടുന്നു, ഡിമാൻഡ് വലുതായിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് അവിടെ ഫോളോ ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള മാർക്കറ്റിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളും അവിടെ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഈ ട്രേഡേഴ്സിൻ്റെയും ഇൻവെസ്റ്റേഴ്സിൻ്റെയൊക്കെ ആ ഒരു സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടുന്നതിലും കുറയുന്നതിലൊക്കെ വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും. അപ്പോൾ അതുപോലെ തന്നെ ഈ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് മനസ്സിലാക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അനാലിസിസ് ആണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞത്. എവിടെയാണ് ആൾക്കാരുടെ അതായത് സെൻറ്റിമെൻറ്റ്സ് വർക്ക്ഔട്ട് ചെയ്യുന്നത് എവിടെയാണെന്നൊക്കെ ഉള്ളത്, അതായത് മുന്നോട്ടൊക്കെ പോകുമ്പോൾ ടെക്നിക്കൽ അനാലിസിസ് കൂടുതൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇത്ര ഓർത്ത് വെച്ചാൽ മതി, ആൾക്കാരുടെ ഒരു മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ആൾക്കാരുടെ ഒരു സെൻറ്റിമെൻറ്റ്സ് കൂടി നമ്മളെന്താണ് പഠിക്കാൻ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു അനാലിസിസ് ആണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞ് അതുകൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഡെലിവറി ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ആക്റ്റീവായിട്ട് എല്ലാ ദിവസവും സ്റ്റോക്ക് മാർക്കറ്റ് നോക്കിയിരിക്കാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ലൊരു റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു ഡെലിവറി ട്രേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ പേഴ്സണലി നല്ല രീതിയിൽ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഹോൾഡ് ചെയ്യുന്നതിൽ വളരെ ചെറിയ ഹോൾഡിങ്സ് ആണ് ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഇത്തരത്തിൽ നല്ല സ്റ്റോക്കുകൾ കണ്ടെത്തി സ്റ്റോക്കുകൾ വാങ്ങാം, ഇൻവെസ്റ്റ് ചെയ്യാം. അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു വെൽത്ത് ജനറേറ്റ് ചെയ്യാനും നല്ലൊരു റിട്ടേൺ എടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇനി വരുന്ന വീഡിയോയിൽ നമുക്ക് ഇൻട്രാഡേ ട്രേഡിനെ പറ്റി ഡിസ്കസ് ചെയ്യാം.